പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ കുട്ടികൾ ഈ ആമേൻ പറയാൻ വേണ്ടി നോക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില കുട്ടികൾ ആമേൻ പറഞ്ഞിട്ട് വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷേ എല്ലാ കുട്ടികളെയും പ്രത്യേകം ക്ഷണിക്കുകയാണ്, യുവജനങ്ങളെ എല്ലാവരും പ്രത്യേകം ഓർക്കുകയാണ് കേട്ടോ. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചലിലോട്ട് തുടങ്ങി വെച്ച ദൈവാത്മാവ് തുടങ്ങി വെച്ച ഈ ഒരു ശുശ്രൂഷയിൽ പങ്കാരാകാൻ ദൈവം നമ്മളെയും വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പ്രത്യേകിച്ച് സഖിയോൻ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചന് വേണ്ടി, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സോജി അച്ഛൻ, ആൻ്റണി അച്ഛൻ തുടങ്ങി എല്ലാ വൈദികർക്കും വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി, അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ആൻഡ് മേരി, AFCM അനോയിൻറ്റിങ് ഫയർ കാത്തലിക് മിനിസ്ട്രി, ഇതെല്ലാം കർത്താവിൻ്റെ ഒരൊറ്റ കുടുംബം, ഒറ്റ കൂട്ടായ്മയാണ്. അതെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. എല്ലാ കൂട്ടായ്മയുള്ള ഒരു ശുശ്രൂഷയാണ്. അതിനകത്ത് എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇതിനെല്ലാം വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് എല്ലാ സ്നേഹാന്വേഷണവും നിങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നത്. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ സന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ വചനമുണ്ട്. നമ്മുടെ മോശ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. എന്തൊരു ഹൃദയത്തിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയാണ് അല്ലേ. അതുപോലെ തന്നെ വളരെ മനോഹരമായി മോശ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെങ്കിൽ ഞങ്ങൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൽ മേഘസ്തംഭത്തിൽ അഗ്നിസ്തംഭത്തിലെ കർത്താവ് വഴി നടത്തിയതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അഗ്നിസ്തംഭം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിലൂടെ കർത്താവ് വഴി നടത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ അറിഞ്ഞും അറിയാതെയും പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ അവഗണിച്ചു വേണ്ടാന്ന് വെച്ച് അനുസരിക്കാതെ ഒരുപാട് തവണ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ റൂഹായേ, ഇഷ്ടത്തോടെ ഞങ്ങളിൽ ഉജ്ജ്വലിക്കണമേ, ഞങ്ങളെ വളർത്തണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ കൈവടിയരുതേ, ഒരു സന്തത സഹചാരിയായി ഞങ്ങളെ കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ഇഷ്ടത്തോടെ ഞങ്ങളിലേക്ക് വരണമേ, ഞങ്ങളെ ധൈര്യപ്പെടുത്തണം. ഞങ്ങളുടെ പാപങ്ങളാണ്, ബലഹീനരാണ്, ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് ആരുമില്ല കർത്താവേ. ഞങ്ങളുടെ ബലഹീനത കുറവുകളും തന്റെ സ്വർഗത്തിൽ നിന്ന് അക്ഷാരമായി പരിശുദ്ധാത്മാവിന് നൽകിയല്ലോ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, വ്യാപരിക്കണമേ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. വലിയ സന്തോഷത്തോടെ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഉയർത്തി ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ
ഉള്ളിൻ്റെ ഉള്ളിൽ മൗനമായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തും, പരിശുദ്ധാത്മാവ് ബലം തരും. വേണ്ടത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ മതി. നല്ല ആത്മാവിനെ കൊടുക്കുന്നത് ദാഹിക്കുന്നവർക്കെല്ലാം തരുമെന്ന് വാഗ്ദാനമാണ്. എഫേസ്യർ 3:20 പ്രകാരം ചോദിക്കുന്നവർ കൂടുതലേ തരുള്ളൂ. പെന്തക്കുസ്തനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. കൈയടിച്ച് പെന്തക്കുസ്തനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിജ്വാല പോൽ ഇളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ വീശിയെന്നിൽ വാ. അഗ്നിജ്വാല പോൽ ഇളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ വീശിയെന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പെയ്തിറങ്ങി വാ തീയെ പെയ്തിറങ്ങി വാ, 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 മഴ പോലെ 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 പെയ്തിറങ്ങി വാ. കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് നമ്മളോടും സംസാരിക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആത്മാവിൻ്റെ പ്രേരണ തള്ളിക്കളയരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന ചില മൃദുവായ പ്രേരണകളുണ്ടാവും, അത് തള്ളിക്കളയരുത്. ഗലാത്യ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ അതിന് 25-ാം തിരുവചനം. Galatians chapter 5 verse 25. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. Praise the Lord. Praise the Lord. പൗലോസ്ലീഹ പറയുകയാണ്, നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആത്മാവിൽ നമ്മൾ വ്യാപരിക്കണം എന്ന് പറഞ്ഞാൽ, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ഉണ്ട്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ലിസ്റ്റ് എടുത്തിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു. പിന്നെ ആത്മാവിൻ്റെ വ്യാപാരങ്ങൾ, അവിടെ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, ദയ, നന്മ എന്ന് വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആത്മാവിലാണ് വ്യാപരിക്കുന്നതെങ്കിൽ നമ്മൾ എവിടെയൊക്കെ മൂവ് ചെയ്താലും അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന അനുഭവം ഉണ്ടാവും. പ്രൈസ് ദ ലോർഡ്. Praise the Lord. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഉള്ളിൽ കൊടുക്കുന്ന ഒരു പ്രേരണകളും ഇൻസ്പിറേഷൻസും അനുസരിച്ചായിരിക്കും ആ വ്യക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറച്ചത് ക്ലിയർ ആകും. ഗലാത്യ ലേഖനത്തിൽ തന്നെ 5:16 വായിച്ചാൽ,
ഗലാത്യൻ ചാപ്റ്റർ 5:16. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് ഉള്ളിൽ തറയുന്ന ഓരോ കാര്യങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് വേണം നമ്മൾ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കാൻ. ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ സ്വിച്ച് ഇടുമ്പോൾ അവിടെ ലൈറ്റ് തെളിയുന്നു എന്നതുപോലെ ആത്മാവ് പറയുന്നു, അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവം ഞാൻ പറയാം. അത് എനിക്ക് ഒരുപാട് എൻ്റെ ആത്മാവിൽ, അതായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളെ തള്ളിക്കളയരുതെന്ന് എന്നെ പഠിപ്പിച്ച ഒരു സംഭവമാണ്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, എന്നാലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതായത് ഞാൻ വടവാസ് സെമിനാരിലാണ് പഠിച്ചത്, കോട്ടയം വടവാസ് സെമിനാരിയിൽ. ആ സെമിനാരിൽ പഠിച്ച് ഡീക്കനായിരുന്ന സമയം, അങ്ങനെ ഡീക്കനായിരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇനി പൗരോഗത്തെ പട്ടം സ്വീകരിക്കാൻ വേണ്ടി 1 വർഷം കൊണ്ട് സമയമുള്ളൂ. അപ്പോൾ ഡീക്കൻ പട്ടം കിട്ടി. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഡീക്കന്മാർക്ക്, അപ്പം ആ കാലത്ത് നമ്മുടെ മൊബൈലൊക്കെ ഇറങ്ങിയ ഒരു സമയമാണ് മൊബൈൽ. അപ്പോൾ പട്ടമൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു മൊബൈൽ ചില നിശ്ചിത ദിവസങ്ങളിൽ അങ്ങനെ ഉപയോഗിക്കാൻ അനുവാദമൊക്കെ ഉണ്ട് സെമിനാരിയിൽ. അപ്പോൾ എന്ത് സംഭവിച്ചു, അന്നത്തെ കാലത്ത് വീട്ടിലൊക്കെ പറഞ്ഞ് ഒരു മൊബൈൽ സംഘടിപ്പിച്ചു. അന്നത്തെ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ലൈറ്റ് വെയിറ്റുള്ള സംഭവം, ലൈറ്റ് വെയിറ്റ് അങ്ങനത്തെ അല്ല, ശരിക്കും പറഞ്ഞാൽ വലിയ ചക്ക പോലെ ഇരിക്കുന്ന മൊബൈലാണ്. ലൈലാൻഡ് റോഡ് അടി പോയാൽ ഒരു കുഴപ്പമില്ലാത്ത ടൈപ്പ്, വേണമെങ്കിൽ മാങ്ങയൊക്കെ എറിഞ്ഞ് താഴെ വെടിക്കാം, അതുപോലത്തെ ഒരു മൊബൈലാണ്. പക്ഷെ ആദ്യമായിട്ട് കിട്ടുകയാണല്ലോ. ആ മൊബൈലെല്ലാം മേടിച്ചു. അപ്പോൾ അതിനകത്ത് കുറച്ച് നമ്പറുകളൊക്കെ ഫീഡ് ചെയ്തു. ഞാൻ അവധി കഴിഞ്ഞിട്ട് തിരിച്ച് സെമിനാറിലേക്ക് വരികയാണ്. അപ്പോൾ മൊബൈൽ എൻ്റെ പോക്കറ്റിലാണ് കിടക്കുന്നത്. ഇടയ്ക്കെടുത്ത് മൊബൈലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ KSRTC ട്രാൻസ്പോർട്ടേഴ്സിലാണ് വരുന്നത്. പെരുമ്പാവൂർ ഭാഗത്തേക്ക് ബസ് കയറുക, പെരുമ്പാവൂർ സ്റ്റാൻഡിലേക്ക് ബസ് കയറുക. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് വളരെ മൃദുവായിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നൽ, ഒരു പ്രേരണ. എന്ന് ഞാൻ ദർശനം അങ്ങനെയൊന്നുമല്ല, സിമ്പിളായിട്ട്, നീ നിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ എടുത്ത് മുകളിലിരിക്കുന്ന നിൻ്റെ ബാഗ്, അത് ലോക്ക് സൂട്ട് കേസല്ല, അതാണ്, അതിൻ്റെ ഉള്ളിൽ വെക്കുക. ഒരു ചെറിയ പ്രേരണ, ഒരു ചെറിയ തോന്നൽ. പെട്ടെന്ന് തന്നെ എനിക്ക് ആത്മാവിൻ്റെ പ്രേരണയെക്കുറിച്ച് ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പോക്കറ്റിലേക്കായിട്ട് മൊബൈൽ എടുത്തിട്ട് മൊബൈൽ ഞാൻ നോക്കി. അല്ല, അത് പോക്കറ്റിലല്ലേ കിടക്കണം, ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കണം, അല്ല ഫോൺ വിളിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം. അപ്പോൾ അതുകൊണ്ട് പോക്കറ്റിലാണ് കിടക്കണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നിയതായിരിക്കും വിചാരിച്ചിട്ട് ഞാൻ മൊബൈൽ പോക്കറ്റിലിട്ട്. ശരിക്കും പെട്ടി വെക്കാൻ കർത്താൻ ആത്മാവ് തോന്നിപ്പിച്ചതാണ്. അത് പോക്കറ്റിലിട്ട്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ബസ് അവിടെ കുറച്ച് നേരം നിർത്തി, എന്തായാലും ഭക്ഷണം കഴിച്ചെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ ഇറങ്ങി കയറി, അങ്ങനെ ബസ് പുറത്തേക്കാണ്. ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരാളെ ഒരു കാര്യം വിളിക്കേണ്ട കാര്യം ഓർമ്മയിൽ വന്നു. പെട്ടെന്ന് ഞാൻ പോക്കറ്റിൽ മൊബൈൽ എടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ മൊബൈൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഏതൊരു ചങ്ങാതി അത് അടിച്ചുകൊണ്ട് പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മ ഉള്ളിൽ തോന്നരുതെന്ന് ഒരു പ്രേരണ, അതെടുത്ത് വെക്കുക. അത് അവഗണിച്ചു. എന്തായി? വലിയ നഷ്ടം സംഭവിച്ചു. നിങ്ങൾക്കൊരു മൊബൈൽ പോയാൽ വലിയ വിഷയമില്ലായിരിക്കും, പക്ഷേ വലിയ നഷ്ടം സംഭവിച്ചു. ഇതൊരു ഭൗതിക ജീവിതത്തിൻ്റെ നഷ്ടമാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിക്കാത്ത ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ വരുന്ന ആത്മീയ നഷ്ടമെന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത നഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളെ, മനുഷ്യാത്മാവിൻ്റെ പ്രേരണകളെ, മനുഷ്യന് തരുന്ന സമ്മർദ്ദം കൊണ്ടുള്ള പ്രേരണകളെ എല്ലാത്തിനെയും വിവേചിക്കണം. ജോബിന്റെ പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിന്റെ 3-ാം തിരുവചനം, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 34:3, നാവ് ഭക്ഷണം രുചിക്കുന്നത് പോലെ ചെവി വാക്കുകളെ വിവേചിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതായത് നാവിൽ ഭക്ഷണം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നാവ് അപ്പം തന്നെ ഇത് വെണ്ടയ്ക്കയുടെ ടേസ്റ്റാണ്, മറ്റേത് മത്തങ്ങയാണ്, ഇത് പഞ്ചസാരയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ വിവേചിക്കും എന്ന് പറയുന്നത് പോലെ, ചെവി വാക്കുകളെ വിവേചിക്കുന്ന പറയുന്ന പോലെ നിന്റെ ആത്മാവിൻ്റെ ചെവി, നിന്റെ ഹൃദയത്തിൻ്റെ ഇതിങ്ങനെ വിവേചിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവാണോ സംസാരിക്കുന്നത്? അതോ എൻ്റെ ഒരു തോന്നൽ മാത്രമാണോ? അതോ പിശാചാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതോ എൻ്റെ മുൻകാല അനുഭവങ്ങൾ, മനുഷ്യരുടെ സമ്മർദ്ദം കൊണ്ടുള്ളൊരു പേടി കൊണ്ടാണോ ഈ വരുന്ന തോന്നൽ? ഇതെല്ലാം വിവേചിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. തള്ളിക്കളയരുത്. ആത്മാവിൻ്റെ പ്രേരണയാണ്, തള്ളിക്കളയരുത്. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എഫേസോസ് ലേഖനത്തിൽ 5:10 വചനം വെളിപ്പെടുന്നതാണ്. എഫേസ്യൻ ചാപ്റ്റർ 5:10,
കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയണം. ഏത് ആത്മാവാണെന്ന് വിവേചിച്ചറിയണമെന്ന് യോഹന്നാൻ 1-ാമത്തെ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. 4:1 വചനമുണ്ട്. എല്ലാ ആത്മാക്കളും വിവേചിച്ചറിയണം. ഞാൻ ഓർക്കണം, വിശുദ്ധ പൗസ്തീനയുടെ ഒരു രംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ പൗസ്തീന ഒരു ദിവസം ചാപ്പലിൽ നല്ല പ്രാർത്ഥിച്ച് നല്ല ധ്യാന നിമഗ്നയായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ഒരു സ്വരം. എന്താ സ്വരം എന്നറിയാവോ? നീ ഇങ്ങനെ ജീവിച്ചിട്ടൊരു കാര്യമില്ല, നീ പോയി മരിക്കുക. എന്ത് കാര്യം? ഉള്ളിൽ നിന്നൊരു സ്വരം. എന്നിട്ട് പറയാണ്, നിന്നോട് വലിയ ദൈവകരണ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇപ്പം എന്തായി? എന്നിട്ട് നിനക്ക് രോഗം വന്നില്ലേ? അപ്പം ദൈവം തോന്നിപ്പിച്ചൊന്നുമല്ല, അതൊക്കെ ചുമ്മാ നിന്റെ പാഴ് തോന്നല്. നീ പോയി മരിക്ക്. നോക്കിയേ, ദേവാലയത്തിൽ അത്രയും പ്രാർത്ഥനയിൽ നിമഗ്നയായിരിക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു സ്വരം. അപ്പൊ അതാരുടെ സ്വരമാ? പിശാചിന്റെ സ്വരം. അതുകൊണ്ട് ഫൗസ്തീനയ്ക്ക് ആത്മീയ ഞാനോട് പിശാചിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈശോ ശ്രദ്ധിച്ചോ, പിശാചുക്കളെ കൊണ്ട് അധികം സംസാരിപ്പിക്കുകയല്ല. അതുകൊണ്ട് നിന്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുഷ്ടാരൂപിയോട് സംവദിക്കരുത്. നമ്മുടെ സെൽഫ് ടോക്ക് എന്നൊക്കെ പറഞ്ഞ സംഗതി ഇതാണ്. അതിനെ കൊണ്ട് അധികം സംസാരിപ്പിക്കരുത്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യസ് 2-ാമത്തെ അധ്യായം അതിന്റെ 14-15 തിരുവചനങ്ങൾ. 1 Corinthians chapter 2 verse 14 and 15. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയല്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിത് വിവേചിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ലൗകിക മനുഷ്യനായി സുഖലോലഭത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ ക്രമപ്പെടുത്താനുള്ള നെട്ടോട്ടം എന്ന് പറഞ്ഞാൽ ആ വിധക്കാരൻ്റെ ഉപമയിൽ കാണുന്നത് പോലെ ഒരു വ്യഗ്രത അല്ലേ, മുൾപടർപ്പ്, സമ്പത്ത്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ കൂടിക്കഴിഞ്ഞ് കിടന്നാൽ ഈ സ്വരത്തെ പോലും വിവേചിച്ചറിയാൻ പറ്റിയല്ല. ദൈവത്തിൻ്റെ സ്വരമാണോ, പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണോ, പിശാചിൻ്റെ സ്വരമാണോ, മനുഷ്യാത്മാവിൻ്റെ സ്വരമാണോ, എൻ്റെ തന്നെ തോന്നലാണോ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയണത്, മറ്റു മനുഷ്യരുടെ സമ്മതം, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റിയല്ല. എന്തുമാത്രം അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായും ആധ്യാത്മികമായും വരും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. രാജാക്കന്മാരെ 1-ാമത്തെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിന്റെ 25-ാം തിരുവചനം. ഭാര്യയായ ജസബലിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി കർത്താവിന് അനിഷ്ടമായത് പ്രവർത്തിക്കാൻ തന്നെ വിറ്റ് ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് സ്വർഗ്ഗം കൊടുക്കാതെ ജസബലിന്റെ പ്രേരണ കണ്ടോ? ആ നാബോത്തിന് മുന്തിരിത്തോട്ടമൊക്കെ തട്ടിയെടുത്തുകൊണ്ട് അതുപോലെ ഒരു മനുഷ്യൻ ലോകത്തിൽ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എസ്തേറിന്റെ പുസ്തകം 17:5. പലപ്പോഴും അധികാര സ്ഥാനങ്ങളിൽ നിയുക്തരായവർ നിഷ്കളങ്ക രക്തം ചൊരിയുന്നതിൽ ഭാഗികമായി ഉത്തരവാദികളായിട്ടുണ്ട്. പൊതുകാര്യങ്ങളുടെ ഭരണം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്നേഹിതന്മാരുടെ പ്രേരണ നിമിത്തം അപരിഹാര്യമായ ദുരിതങ്ങൾ അവർ വരുത്തി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞൊരു ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുക, ഒരധികാരി ആയിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പൊ നോക്കിയേ, മറ്റ് പലരുടെയും പ്രേരണ കേട്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒരുപാട് തെറ്റുകൾ, നാശനഷ്ടങ്ങൾ വരുത്താൻ ഇടവന്നിട്ട് കേട്ടോ. മനുഷ്യരുടെ പ്രേരണ, ദൈവാത്മാവിന്റെ പ്രേരണ അവഗണിച്ചു. അതുകൊണ്ട് ജെറമിയ പ്രവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. ജെറമിയായുടെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ അതിന് 23, 24 തിരുവചനങ്ങളിൽ, ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 7 വേഴ്സ് 23 and 24. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്കനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലും ചെയ്തില്ല. എന്നിട്ടോ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. കണ്ടോ, തന്നിഷ്ടം പോലെ അവനവന് കിട്ടുന്ന പ്രേരണ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാപമിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പ്രേരണ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവല്ല, പാപത്തിൻ്റെ ആത്മാവാണ്. അതാണ് സങ്കീർത്തനം 36:1. ലൗകിക മനുഷ്യൻ
ദുഷ്ടന്റെ ഹൃദയാന്തർഭാഗത്തോട് പാപം മന്ത്രിക്കുന്നു. കണ്ടോ, ദുഷ്ടന്റെ ഹൃദയാന്തർഭാഗത്തോട് പാപമാണ് മന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മാവല്ല മന്ത്രിക്കുന്നത്, പാപമാണ് മന്ത്രിക്കുന്നത്, പിശാചാണ് മന്ത്രിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കാൻ ഒരു തീരുമാനമെടുക്കണം. പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം. ജെറമ്യാ 18:12. എന്നാൽ അവർ പറയുന്നു, ഇതെല്ലാം വ്യർത്ഥമാണ്, ഞങ്ങൾക്ക് തോന്നുന്നത് ചെയ്യും, ഓരോരുത്തനും അവനവൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് പ്രവർത്തിക്കും. കണ്ടോ, പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ കുറച്ചുകൂടെ പൗലോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തെ 7-8 തിരുവചനങ്ങൾ. നിങ്ങൾ നന്നായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു, സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് ആരാണ്? ഈ പ്രേരണ ഉണ്ടായത് ഏതായാലും നിങ്ങളെ വിളിച്ചവന് നല്ല പൗലോസ്ലീഹ പറയാണ്. അതായത് അവർ ശരിക്കും നല്ല കൃപയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ചില സംഗതികൾ വന്നതെല്ലാം ബ്ലോക്കാക്കി. അത് പറയാണ്, ഈ പ്രേരണ ഒരിക്കലും നിങ്ങളെ വിളിച്ച ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിൽ നല്ല. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേസമയം പരിശുദ്ധാത്മാവ് പറഞ്ഞ അനുസരിച്ച വ്യക്തികൾ ലൂക്കായുടെ വിശേഷം 2-ാമത്തെ അധ്യായത്തിന്റെ 27-ാം തിരുവചനം. Gospel of St. Luke chapter 2 verse 27. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കിയേ, ശിമയോൻ ഒരു തോന്നൽ, ഇപ്പൊ ദേവാലയത്തിലേക്ക് പോകണം. ആ സമയത്ത് ചെന്നു, ഇതാ വലിയ അത്ഭുതം നടന്നില്ലേ, വലിയ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാണ് ഫിലിപ്പിൽ ലേഖനത്തിൽ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് തന്റെ അഭീഷ്ടം അനുസരിച്ച് ഇച്ഛിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഓരോരുത്തരും ആത്മരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ പ്രചോദനം തന്നുകൊണ്ടിരിക്കും. അതനുസരിച്ച് പോകണം. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു സംഭവം പറഞ്ഞു, നിനക്കത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു ദിവസം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധ്യാനത്തിന് ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റിന് വിട്ടു. അന്ന് കുമ്പസാരത്തിൻ്റെ ദിവസമാണ്. അങ്ങനെ കുമ്പസാരത്തിന് ഒരുക്കിയതിന് ശേഷം പിന്നെ ഞാനോ ആൾക്കാരോ അവിടെ ധ്യാനത്തെ സംബന്ധിക്കുന്നവരോട് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഞാൻ മുറിയിലൊക്കെ പോയി. എന്നിട്ട് തിരിച്ച് ആ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആ കൽപ്പാത, നിങ്ങൾ വന്നിട്ടുള്ളവർക്കറിയാം കൽപ്പാത, അവിടെ വന്നു. അവിടെ വന്നിട്ട് സാധാരണ ഞാൻ നടന്നു പോകുന്ന വഴിയെന്ന് പറയുന്നത് ആ പുരുഷന്മാരൊക്കെ താമസിക്കുന്ന ഡോർമെറ്ററി സൈഡിൽ കൂടെ, അതായത് ഭക്ഷണശാലയുടെ ഇടയിൽ കൂടെ, വന്നവർക്കത് കുറച്ച് ക്ലിയർ ആകും. ആ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഞാൻ സാധാരണ ധ്യാന ഹോളിലേക്കൊക്കെ പോകാറ്. ഞാൻ ആ കൽപ്പാതയുടെ അവിടെ വന്നപ്പോൾ പെട്ടെന്നുള്ളിലിരുന്ന് ആത്മാവ് ഇങ്ങനെ പറയുകയാണ്, ഇതിലേ പോവുക എന്ന് പറഞ്ഞാൽ അതിലേ പോയിക്കാം. സാധാരണ പോകുന്ന വഴിയെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് കൊണ്ട് നമ്മൾ എത്തേണ്ട ആ ഓഫീസിൻ്റെ ആ ഭാഗത്തെത്തും. ഇതിലേ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 മിനിറ്റ് എടുക്കേണ്ടി വരും. കാരണം കുമ്പസാരിപ്പിക്കുന്ന ആ ഹോളിൻ്റെ സൈഡിൽ കൂടെ പുതിയ വചന ഹോളിനും പഴയ വചന ഹോളിൻ്റെ ഇടയ്ക്ക് കൂടെ നടന്ന് കറങ്ങി അങ്ങനെ ധ്യാന ഹോൾ രണ്ടും കടന്നിട്ട് വേണം ഓഫീസിൻ്റെ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ആത്മാവ് പറയുകയാണ്, ഇതിലേ പോവുക, ഇതിലേ പോവുക, ഏഷ്യ 30 പോലെ ഇതിലേ പോവുക. അപ്പം ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, എന്തിനാപ്പോൾ അതിലേ പോകേണ്ടത്? ഇതിലേ അല്ല പോകേണ്ടത്, അവിടെ ആരും ഇല്ലല്ലോ. പക്ഷേ പെട്ടെന്ന് പണ്ടത്തെ അനുഭവം, നമ്മുടെ മൊബൈലിൻ്റെ അനുഭവം ഹൃദയത്തിലുള്ളത് കൊണ്ട് അയ്യോ സോറി പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പണ്ട് ഇതിലെ തന്നെ പൊക്കളെ എന്തെങ്കിലും കാര്യം കാണും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലേ പോയി. അപ്പോൾ ഈ വായിച്ച് എന്നെ കുമ്പസാരിക്കാനും വല്ലൊരു നേരത്തെങ്ങാനും വന്ന് നിൽപ്പുണ്ടായിരിക്കും. അങ്ങനെ ഞാൻ വന്ന് അവിടെ നോക്കി, അവിടെ ഒന്നും കാണാനില്ല. അപ്പം ഞാൻ 2 ധ്യാന ഹോളിൻ്റെ ഇടയ്ക്കൂടെ നടന്ന് ധ്യാനം നടക്കുന്ന ഹോളിൻ്റെ അവിടെ എത്തി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ തന്നു. എന്താണെന്നറിയാവോ? ചാപ്പിൽ കയറി എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ച് വണങ്ങിയിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. കുമ്പസാരിക്കാൻ ആൾക്കാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഓക്കെ, നല്ല കാര്യമാണല്ലോ പരിശുദ്ധാത്മ, വെരി ഗുഡ്, ആത്മാവെ നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചാപ്പലിൻ്റെ പുറകിൽ കയറി കുമ്പിടാൻ വേണ്ടി തുടങ്ങി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, പുറകിലല്ല ഏറ്റവും ഫ്രണ്ടിൽ വന്ന് കുമ്പിടുക. അപ്പോൾ ആൾക്കാരെല്ലാം കസേരയിൽ ധ്യാനം കൂടുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടത് സൈഡിൽ കൂടെ നടന്നു. അങ്ങനെ ഏറ്റവും ഫ്രണ്ടിലത്തെ നിര ആ ഭാഗത്ത് പോയി ഞാനിങ്ങനെ ആൾക്കാരെ കസേരയിരിക്കുന്നു, ഞാൻ സൈഡിൽ മുട്ടുകുത്തി കുമ്പിട്ട് അങ്ങനെ കുമ്പിട്ട് ആരാധിച്ച് ഈശോ ആരാധിച്ച് പരിശുദ്ധ പരമദീപികാരണത്തിനൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെയാണ് മുട്ടുകുത്തിയിരുന്നത് ആ കസേരയിലിരുന്ന വ്യക്തി എൻ്റെ പുറകെ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു.
അന്നേരം പറഞ്ഞു, അച്ഛാ എനിക്കൊരു 2 മിനിറ്റ് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും, ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്, പക്ഷേ എന്തായാലും ശരി അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് അവിടെ സ്പിരിച്വൽ ഗൈഡൻസ് ഒക്കെ നടത്തുന്ന ഒരു കൂടാരത്തിൽ കയറിയിരുന്നു. അങ്ങനെ കൂടാരത്തിൽ കയറിയിരുന്ന പ്രാർത്ഥിച്ചപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹം ജീവിതത്തിൽ ഒരു എൻഡ്, ഒരവസാനം, എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് വന്നിരിക്കുന്ന വ്യക്തിയാണ്. എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് വന്നിരിക്കുന്ന വ്യക്തിയാണ്. ഇനി മുമ്പോട്ടില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതേപോലെ എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, തലേദിവസത്തെ ടോക്കെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ആദ്യത്തെ ടോക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നി ആ ബിനോയിച്ചനെ കണ്ട് ഈ കാര്യങ്ങൾ എല്ലാം ഒന്ന് തുറന്ന് പറയണമെന്നൊരു തോന്നൽ വന്നു. അവ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്ന് വെച്ചാൽ പരിശുദ്ധന്മാർ പ്രേരണ കൊടുക്കുന്നു. എന്നിട്ട് വൈകുന്നേരം പാപത്തെക്കുറിച്ച് ഏതോ ശക്തമായ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയ വേറെ പാപം അന്തരിക്കുക, ദുഷ്ടാത്മാവ് അന്തരിക്കുകയാണ്. വേണ്ട, അച്ഛനെ കണ്ട് പറയണ്ട, അച്ഛനെ കണ്ട് പറയാതിരിക്കുകയായിരിക്കും നല്ലത്. അച്ഛൻ വല്ല വഴക്കും പറഞ്ഞാലോ, നമ്മൾ ആരെങ്കിലും വഴക്ക് പറയോ? നോക്കിയേ, കണ്ടോ, പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുക്കുന്നു, ദുഷ്ടാത്മാവ് തടയാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം കുമ്പസാരത്തിന് സമയമായി. അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? അതായത് ജീവിതം തന്നെ ഏകദേശം അവസാനത്തിലാണ്. അതേ കുമ്പസാരിക്കണ്ടെന്ന് തീരുമാനം എടുക്കുകയാണ്. പെട്ടെന്ന് ഒരു പ്രേരണ കൊടുക്കുകയാണ്, ദൈവമേ, ഞാൻ ശരിക്കും പറഞ്ഞു ഇന്നലെ ആ ബിനോയിച്ചനെ കണ്ടതെല്ലാം ഒന്ന് ഷെയർ ചെയ്യുന്നതെന്ന് അത് വിചാരിച്ചിരുന്നത് അത് ശരിക്കും പരിശുദ്ധാത്മാവായിരുന്നായിരിക്കും. കർത്താവേ, ഇപ്പം അച്ഛൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാനിതെല്ലാം ഇപ്പം തുറന്ന് പറയാം കർത്താവേ എന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ച കസേരയിരുന്നു. എന്നിട്ട് കണ്ണടിച്ചിരിക്കുകയാണ്. ഈ മനുഷ്യൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്നറിയോ? ഇവിടെ പാവം ബിനോയ് അച്ഛൻ, ആ അച്ഛൻ ഈ ചേട്ടൻ്റെ കസേരയുടെ തൊട്ടടുത്ത്, ഈ വ്യക്തിയുടെ കസേരയുടെ തൊട്ടടുത്ത് മുട്ടുകുത്തിക്കുന്നു. നോക്കിയ സഹോദരങ്ങളെ, ഞാൻ ഭക്ഷണം കഴിച്ചാൽ മുറിയിലും പോയിട്ട് ദാ ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറയുക, ഇതിലേ വിടുന്നതിൻ്റെ പുറകിൽ ഒരാത്മാവിനെ രക്ഷിക്കാൻ ദൈവം ഒരുക്കി വെച്ചിരുന്നു എന്ന്. അപ്പം ഞാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അവഗണിച്ചുകൊണ്ട് ഞാൻ അതിലെ പോയായിരുന്നെങ്കിലോ? ഞാൻ വല്ല പാപം ചെയ്തു? ഇല്ല, ഞാനൊരു പാപം ചെയ്തിട്ടില്ല. കാരണം എന്താ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അവസാനം ന്യായവിധിക്ക് നിൽക്കുമ്പോൾ കാണാം, അന്ന് ഇത്രാം വർഷം ഇത്രാം തീയതി ഇതിലേ പോകാൻ നിന്നോട് പറഞ്ഞായിരുന്നു, അത് പോകാത്ത പോലെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി, അതിന് കണക്ക് കൊടുക്കണ്ടേ? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. 1 Corinthians 12:6. പ്രവർത്തികളിൽ വൈവിധ്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നാണ്. ദൈവമാണ് പ്രചോദിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പി ലേഖനം 2:13. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ലൗകിക മോഹങ്ങൾ വെടിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് കീഴ്വഴങ്ങി അനുഗ്രഹം പ്രാപിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സോളമൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അളവറ്റ ജ്ഞാനം, വിവേകം ഞങ്ങൾക്ക് തരണമേ. അങ്ങനെയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ വളരെ പ്രീതികരമാണ്. സോളമന് സമുദ്രം പോലെ വിശാലമായ ഹൃദയം, ജ്ഞാനം, അറിവ്, വിവേകം എല്ലാം ദൈവം കൊടുത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, പലപ്പോഴും ദൈവാത്മാവാണോ മനുഷ്യാത്മാവാണോ അതോ ദുഷ്ടാത്മാവാണോ സംസാരിക്കുന്നത് പലപ്പോഴും വിവേചിച്ചറിയാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, ഒരാത്മാവിൻ്റെ പ്രേരണ അനുസരിക്കാതിരിക്കുമ്പോൾ എത്രയോ വലിയ നഷ്ടങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ചുറ്റുമുള്ളവരെ സംഭവിക്കുന്നത്. ദൈവമേ, സ്വർഗത്തിൽ ജ്ഞാനം അയച്ചു തരണം, കൃപ അയച്ചു തരണം. എല്ലാം വേർതിരിച്ച് വിവേചിച്ച് മനസ്സിലാക്കാൻ തക്കുന്ന വഴി കാണാൻ തക്കുന്ന ഉൾക്കണ്ണ് തുറക്കണം. എഫേസോസ് 1:18. കർത്താവ് ആന്തരിക നേത്രങ്ങൾ പ്രകാശിപ്പിക്കുകയും ഓരോരുത്തരും കൈകൾ തുറന്നു പിടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്നും ജ്ഞാനം നൽകണമേ, പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ഗണമേ. ആഗ്രഹിക്കുന്ന കർത്താവേ, സ്വർഗത്തിൽ നിന്നും ജ്ഞാനം നൽകണമേ, അളവ് കൂടാതെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ഗണമേ. കരങ്ങൾ ഉയർത്തി, സത്യാത്മാവേ വരിക, സത്യത്തിൻ വഴി കാട്ടിടുക,
വർഷിക്കണമേ. സത്യാത്മാവേ വരിക, ജ്ഞാനം വർഷിക്കണമേ. സത്യത്തിൻ വഴി വിവേചനത്തിന്റെ കൃപ വർഷിക്കണമേ. സത്യാത്മാവേ വരിക, സത്യത്തിൻ